മേക്കപ്പ് ഇല്ലേ, നമ്മള് മേക്കപ്പ് ഡോവിന്റെ കാര്യം പറഞ്ഞപ്പം അതിനി കറിയിലിടണ്ട. ഹൈ സെന്റഡ് പെർഫ്യൂംസ് പെർഫ്യൂമിൽ കുളിച്ചിറങ്ങുന്നവരെ പറ്റിയിട്ടാണ്. സോഷ്യൽ സ്റ്റിഗ്മയാണെന്ന് തോന്നുന്നു ആൾക്കാർക്കുള്ള. അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരേ ഒരു ബ്രാൻഡേ ഉള്ളൂ മമ്മാർത്ത്. പൗരുഷവും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. 3 പേര് കിട്ടിയിട്ടുണ്ട്. സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോകാൻ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലാണ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കാണാൻ കൺസീവ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കപ്പിള് ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്തായിട്ടാണ് ഫീൽ ചെയ്യുന്നത്? നമ്മുടെ ജീവിത ശൈലികൾ വന്ധ്യതനെ ബാധിക്കാറുണ്ടോ? ഉണ്ട്, ഡെഫിനറ്റ് ആയിട്ടും. സ്മോക്കിംഗ്, ആൽക്കഹോള്, പുവർ പറയാൻ തന്നെ എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. അതെ അതെ, ഉറക്കക്കുറവ്, അങ്ങനത്തെയൊക്കെ. അതല്ലാതെ നമ്മളിപ്പോ പറയുമ്പോൾ നമ്മുടെ സ്ട്രെസ്സും പാടില്ല അല്ലേ? സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്ട്രെസ് ഒരിക്കലും ഡയറക്ട്ലി ഇൻഫെർട്ടിലിറ്റിനെ കോസ് ചെയ്യില്ല. പക്ഷെ നമ്മളിപ്പം സ്ട്രെസ് ഉള്ള സമയത്ത് നമ്മുടെ കോർട്ടിസോൾ ലെവൽസ് ഒക്കെ ഹൈ ആയിരിക്കും. അത് കാരണം നമുക്ക് ചിലപ്പം കോണ്ടാക്ട് ചെയ്യാം. പല കപ്പിൾസും ഈ സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന കപ്പിൾസിന് കോണ്ടാക്ട് ചെയ്യാൻ തോന്നാറില്ല, ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ചില ആൾക്കാർക്ക് ഇങ്ങനെ ഇറക്ഷൻ പ്രശ്നമൊക്കെ വരാറുണ്ട്, ആണുങ്ങൾക്കൊക്കെ. അപ്പം അതുകൊണ്ട് സ്ട്രെസ് കാരണം ഇൻഫെർട്ടിലിറ്റിയും. ഇന്റർകോഴ്സ് പ്ലാൻ ചെയ്യുന്ന ദിവസം ചെയ്യാൻ പറ്റാത്ത അവസരം വരും. കാരണം അതിങ്ങനെ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു പ്രഷർ വരും അവരുടെ പുറത്ത്. വേറെ നമ്മുടെ ബോഡിയിൽ ഇപ്പം ചില ഒരു ഫ്രീ റാഡിക്കൽസ്, ടോക്സിൻസ് ഒക്കെ കൂടി നിൽക്കാൻ ചാൻസ് ഉള്ള ചില കാര്യങ്ങളാണ് നമ്മൾ എല്ലാരും ചെയ്യുന്ന കാര്യങ്ങൾ. ലൈക്ക് ഭയങ്കര ഹൈ സെന്റഡ് പെർഫ്യൂംസ്, അതൊക്കെ യൂസ് ചെയ്യുക. ഈ പെർഫ്യൂമിനകത്ത് വരുമ്പോഴത്തേക്കും മറ്റേ താലേറ്റ്സും പാരബെൻസ്. അതായത് പെർഫ്യൂംസ് ഇപ്പൊ ഒരു ദിവസം അടിച്ചെന്ന് പറഞ്ഞ കുഴപ്പമില്ല, ക്രോണിക് ആയിട്ട് കാലാകാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അഡിക്ഷന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളിപ്പോ പെർഫ്യൂം യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വലിയ കുഴപ്പമില്ല. എല്ലാ ദിവസവും ഇങ്ങനെ പെർഫ്യൂമിൽ കുളിച്ചിറങ്ങുന്നവരെ പറ്റിയിട്ടാണ് ശരിക്കും. കഴിഞ്ഞ വർഷം നമ്മൾ പോഡ്കാസ്റ്റിൽ പറഞ്ഞപ്പോൾ എല്ലാവരും പറയാം പെർഫ്യൂം ആണെങ്കിലും സോപ്പ് ആണെങ്കിലും അത് പുറത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമല്ല, അതങ്ങനെ ഉള്ളിൽ പോവാന്ന്. എവറിബഡി ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് നമ്മുടെ സ്കിൻ ഇതൊക്കെ അബ്സോർബ് ചെയ്യും. എല്ലാം സൂപ്പർഫിഷ്യൽ ലെയർ ആണെങ്കിൽ കൂടെ നമ്മൾ സോപ്പ് ഉപയോഗിച്ചാലും പെർഫ്യൂം ഉപയോഗിച്ചാലും എന്ത് തന്നെ ഉപയോഗിച്ചാലും, ഈവൻ നമ്മുടെ നമ്മള് ഉപയോഗിക്കുന്ന ഡിറ്റർജന്റ് ആണെങ്കിൽ കൂടെ അബ്സോർബ് ചെയ്യും. അത് കാരണം നമ്മളിപ്പം ഡിറ്റർജന്റ് എന്ന് വെച്ചാൽ ഒരു ദിവസം ഉപയോഗിക്കുന്ന സാധനമല്ല, നമ്മൾ കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന സാധനമാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ചെറിയ ചെറിയ എക്സ്പോഷർ വഴി നമ്മുടെ ബോഡിയിൽ ഇതൊക്കെ ഡെപ്പോസിറ്റ് ആവുന്നുണ്ട്. നമ്മള് ഡോവിന്റെ കാര്യം പറഞ്ഞപ്പം അതിനി കറിയിലിടണ്ട എന്നൊക്കെ കമന്റ് ഉണ്ട്. അതായത് നമ്മൾ ഡവ് യൂസ് ചെയ്യാൻ പാടില്ല, ഡവ് കഴിക്കും, ഇങ്ങനെയൊക്കെയാ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന കാര്യം മാത്രം എല്ലാവരും വിചാരിക്കും കഴിക്കുമ്പോഴാണ് നമുക്ക് ഇതെല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇൻജസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലല്ല, അതിപ്പോ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ മേക്കപ്പ് ഇല്ലേ, നമ്മള് മേക്കപ്പ് ഒന്നും മേക്കപ്പ് നമ്മൾ കഴിക്കുന്നില്ല, പക്ഷെ നമ്മളെല്ലാരും യൂസ് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇതിലൊക്കെ കുറെയൊക്കെ നമ്മുടെ ഈ FDA അപ്രൂവ്ഡ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബെറ്റർ പ്രോഡക്ട്സ്. അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരേ ഒരു ബ്രാൻഡേ ഉള്ളൂ മമ്മാർത്ത്. മമ്മാർത്തിന് മാത്രമേ എന്റെ അറിവിൽ അപ്രൂവൽ കിട്ടിയിട്ടുള്ളൂ. കാരണം ഓൺലി ദേ ഹാവ് ഗോൺ ത്രൂ ഓൾ ദാറ്റ് റൂൾസ് ആൻഡ് അതെല്ലാം അപ്രൂവ് ചെയ്ത് കിട്ടാൻ അവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് അവർക്ക് മാത്രമേ അപ്രൂവൽ ഉള്ളൂ. സോ ബാക്കി എല്ലാം ബഡ്ജറ്റിന് കിട്ടുന്ന ഈ ലോ കോസ്റ്റ് ലിപ്സ്റ്റിക് പിന്നെ ഒബ്വിയസ് ആണല്ലോ, നമ്മൾ കഴിക്കുമ്പോഴൊക്കെ കുറച്ച് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന കോസ്മെറ്റിക് പ്രൊഡക്റ്റ് 3 പേര് ഇട്ടിട്ടുണ്ട്. വെള്ളം കുടിക്കുമ്പോഴും ലിപ്സ്റ്റിക്. അവരോട് പറയാം നമ്മൾ ഡവും മറ്റേത് മാത്രമല്ല കഴിക്കുന്നത്, ലിപ്സ്റ്റിക്കും കഴിക്കാറുണ്ട്. നമുക്ക് വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് കുറച്ചൊരു ഹൈ എൻഡ് ആയിട്ടുള്ള ബ്രാൻഡഡ് നല്ല അതിന്റെ ആദ്യം അതിന്റെ ഇത് നോക്കുക, ഇൻഗ്രീഡിയൻസ് നോക്കുക, അതില് കഴിവതും ലെസ് പോയിസണസ് ആയിട്ടുള്ള. അതെ, നമ്മൾ ഈ പറഞ്ഞ ഈ താലേറ്റ്സ്, മസ്കും, പാരബനും, നമ്മുടെ ഈ കാജലിലൊക്കെ ലെഡ് യൂസ് ലെഡൊക്കെ കൂടുതൽ ലെഡ് ആണല്ലോ ഈ കളർ കൊടുക്കുന്നത്. അപ്പൊ കളറിങ്ങിന് വേണ്ടിട്ട് അവർ എന്തൊക്കെ ചേർത്തിട്ടുണ്ടോ അതൊക്കെ കളറിങ് എല്ലാം പ്രശ്നമാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ സ്കിൻ അബ്സോർബ് ആവുന്നതുകൊണ്ട് ഉള്ളിലോട്ട് പോകുന്നുള്ള എന്നൊരു കാര്യം മനസ്സിലാക്കണം. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഏജ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യമല്ല. ഇപ്പം ലൈഫ് സ്റ്റൈൽ ഈസ് ഓൾവേസ് മോഡിഫയബിൾ. നമുക്ക് മോഡിഫൈ ചെയ്യാവുന്ന കാര്യങ്ങളാണ്, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാബിറ്റ്സും കാര്യങ്ങളുമാണ് ലൈഫ് സ്റ്റൈൽ. അപ്പൊ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് കൺസീവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സമയത്തെങ്കിലും വി ഹാവ് ടു മേക്ക് ഷുവർ ഈ കാര്യങ്ങൾ ഹാർംഫുൾ ആയിട്ടുള്ള അവോയ്ഡ് ചെയ്യുക. ഫുള്ളി മെന്റലി ഫിസിക്കലി എല്ലാം അതിനായിട്ട് പ്രിപ്പയർ ആവുക. സ്ത്രീകളിൽ വന്ധ്യതയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാ? ഓക്കെ,
അപ്പൊ നമ്മൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അതെ. ഓവറീസിനകത്ത് ഓവലേഷനെ ബാധിക്കാവുന്ന കാര്യങ്ങൾ അതിലൊന്നാണ് നമ്മൾ ഇത്രയും എല്ലാവരും സംസാരിക്കാറുള്ള PCOD. ഓക്കെ, അപ്പം PCOD ഉള്ളവർക്ക് ഈ പറയുന്നത് പോലെ ഓവലേഷൻ നടക്കുന്നുണ്ടാവില്ല. ഓവലേഷൻ നടന്നാലേ നമ്മുടെ എഗ്ഗ് റിലീസ് ചെയ്യുള്ളൂ. ഓവലേഷൻ വഴി റിലീസ് ചെയ്യുന്ന എഗ്ഗ് ഒബ്വിയസ്ലി ട്യൂബിൽ കൂടെയാണ് വരുന്നത്. അപ്പം ട്യൂബിൽ പ്രോബ്ലംസ്, ട്യൂബിന് എന്തെങ്കിലും ബ്ലോക്കോ അല്ലെങ്കിൽ ട്യൂബില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സർജറീസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ലൈക്ക് ക്രോണിക് ഇൻഫെക്ഷൻസ്, PID, TB, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്, TB. പിന്നെ ഇപ്പം ചില ആൾക്കാർക്കൊക്കെ എക്ടോപിക് പ്രഗ്നൻസി ഒക്കെ വന്നിട്ട് നമ്മൾ ആ സൈഡിലുള്ള ട്യൂബ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ, അതൊക്കെയാണ് ട്യൂബൽ ഫാക്ടേഴ്സ് വരുന്നത്. അത് ഈ PID ഉള്ള ആൾക്കാർക്കൊക്കെ ട്യൂബ് ഇങ്ങനെ അഡഷൻ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ അതായത് മോട്ടിലിറ്റിനെ അഫക്ട് ചെയ്യും അല്ലേ, ട്രാവൽ ചെയ്യാൻ പറ്റാതെ. പിന്നെ യൂട്രസിനകത്താണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെർട്ടിലൈസ് ആയിട്ടുള്ള എംബ്രിയോസ് വന്നിട്ട് യൂട്രസിന്റെ വാളിലാണ് ഇംപ്ലാന്റ് ചെയ്യുന്നത്. അപ്പൊ ആ യൂട്രസിനകത്ത് ലൈക്ക് നമുക്ക് ഫൈബ്രോയിഡ് ഇല്ലേ, മുഴകൾ എന്നൊക്കെ പറയില്ലേ, ഫൈബ്രോയിഡ് അല്ലെങ്കിൽ പോളിപ്പ് എന്ന് പറയുമ്പോൾ യൂട്രസിനകത്തോട്ടൊരു വളർച്ചയാണ്. യൂട്രസിനകത്ത് ഈ മുഴകൾ വരുന്ന ഫൈബ്രോയിഡ്, പോളിപ്പ്, അല്ലെങ്കിൽ ചില ആൾക്കാർക്കൊക്കെ ഈ കൺജനൈറ്റലായിട്ട് തന്നെ അനോമലീസ് ഉണ്ടായിരിക്കും. ചിലവർക്ക് ഇപ്പം യൂട്രസിന്റെ ഒരു ഹോണേ കാണുള്ളൂ, അത് ഒരു ഹോൺ കാണാം, അല്ലെങ്കിൽ 2 ഹോൺസ് ആയിട്ടുണ്ട്, സെപ്റ്റം ഉണ്ട്. അപ്പൊ അങ്ങനെ യൂട്രസിന് കൺജനൈറ്റലായിട്ട് കുറച്ച് അബ്നോർമാലിറ്റീസ് ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ നോക്കണം. പിന്നെ മെയിൻ ഒരു സാധനമാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ യൂട്രസിനകത്തുള്ള ലൈനിങ് ഉണ്ട്, എൻഡോമെട്രിയം. ഈ ഒരു എൻഡോമെട്രിയം വേറെ ഓരോ സ്ഥലത്ത് പോയി ഡെപ്പോസിറ്റ് ചെയ്തിരിക്കും. അത് പക്ഷെ എവിടെയാണെങ്കിലും യൂട്രസിനകത്ത് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാ വേറെ എല്ലായിടത്തും ബിഹേവ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും നമ്മൾ പീരീഡ്സ് വരുന്ന സമയമില്ലേ, ആ സമയത്ത് അവിടെ നിന്ന് ബ്ലീഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന് ചുറ്റും ഒരു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഉണ്ടാക്കും. ഈ ഒരു ഇൻഫ്ലമേഷൻ കാരണം അവിടെ എല്ലാം ഈ അഡഷൻസ് ഒക്കെ വരാം. അപ്പൊ കംപ്ലീറ്റ് ഒരു സ്ത്രീയുടെ പെൽവിക് അനാറ്റമിയിൽ തന്നെ ഡിസ്റ്റോർഷൻ വരികയാണ്. അതായത് വൻകുടലും ചെറിയ കുടലും ആയിട്ടൊക്കെ അതെ, ബ്ലാഡർ നമ്മുടെ പിന്നെ എല്ലാം യൂട്രസും ഓവറിയും ട്യൂബും എല്ലാം കൂടെ ഒക്കെ ഒട്ടിയിരിക്കും. അപ്പം എൻഡോമെട്രോസിസ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു മേജർ ഫാക്ടർ ആണ്. പിന്നെ അതല്ലാതെ വരുന്നത് അൺഎക്സ്പ്ലെയിൻഡ് ആയിരിക്കും. ഇതെല്ലാം നോർമൽ ആയിരിക്കാം, പക്ഷെ നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റുന്നില്ല. നാച്ചുറൽ ആയിട്ട് കൺസീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആക്ച്വലി അവർ IVF അല്ലെങ്കിൽ ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിന്റെ അടുത്താണ് പോകേണ്ടത്. പക്ഷെ മിക്കവാറും എല്ലാവർക്കും ഒരു സ്കെപ്റ്റിക്, ഒരു ഹെസിറ്റൻസി ഉണ്ട് ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ. കാരണം അവരുടെ വിചാരം അത് ഒരു ലാസ്റ്റ് റിസോർട്ടാണ്, അത് അവസാനം പോകേണ്ട ഒരു സ്ഥലമാണെന്ന്. അത് ശരിയാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. നമ്മൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് IVF മാത്രമല്ല, എപ്പോഴും എന്താണ് കോസ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ഒരു 50 to 60% ആൾക്കാർ കൺസീവ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ PCOD, ഓവുലേഷന്റെ പ്രശ്നമാണ്. അതിലവിടെ ഓവുലേറ്റ് ചെയ്യുന്നില്ല, എഗ്ഗ് റിലീസ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ടുള്ള നമ്മൾ ഓവുലേഷൻ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് അതൊരു 5 ദിവസം ടാബ്ലറ്റ് എടുക്കുന്ന ഒരു കാര്യം മാത്രമേ കാണുള്ളൂ. എന്നിട്ട് നമ്മൾ അവരോട് നാച്ചുറലി കോൺടാക്ട് ചെയ്യാനേ പറയത്തുള്ളൂ. അത് നമുക്കൊരു 3-4 സൈക്കിൾസ് അല്ലെങ്കിൽ ഈവൻ അപ് ടു 6 സൈക്കിൾസ് വരെയൊക്കെ നമ്മൾ ട്രൈ ചെയ്യും. അതാണ് ചെന്ന് കയറിയ ഉടനെ IVF അല്ലല്ലോ. അല്ല. അപ്പൊ എപ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഒരു 2 ആണിനെയും സ്ത്രീനെയും പുരുഷനെയും ഇവാലുവേറ്റ് ചെയ്തിട്ട് എവിടെയാണോ പ്രശ്നം അത് നമ്മൾ ബേസിക് ട്രീറ്റ്മെന്റ് നിന്നേ നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പം ആണുങ്ങൾക്കാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന് കൊടുക്കാം. അത് കൊടുത്തിട്ട് ഈ പറയുന്ന പോലെ തന്നെ IUI എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിൾ പ്രൊസീജിയർ ആണ്. ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ട്ലി നമ്മൾ സ്പേം എടുത്തിട്ട് നമ്മൾ യൂട്രസിനകത്തോട്ട് ഇൻജെക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സിറിഞ്ച് വെച്ച് കുത്തുന്നു എന്നുള്ള പെയിൻഫുൾ പ്രൊസീജിയർ ഒന്നും അല്ല. അത് യൂട്രസിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറയും. ഇത് നമ്മളൊരു ചിലപ്പോൾ നമ്മൾ കമ്പൈൻഡ് ആയിട്ട് കൊടുക്കുന്നത്, കാരണം ഓവുലേഷൻ ഇൻഡക്ഷനും ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷനും കമ്പൈൻഡ് ആയിട്ട് ചെയ്യും. എന്ന് പറയുമ്പോൾ നമ്മൾ 2 പേർക്കും കൺസീവ് ചെയ്യാനുള്ള ഒരു
പോസിബിലിറ്റി ഇൻക്രീസ് ചെയ്യാണ് അവിടെ. ഓക്കെ, ഇതും ഒക്കെ ഈ ഓവുലേഷൻ ഇൻഡക്ഷനും IUI ഒക്കെ നമ്മളൊരു 3 to 6 സൈക്കിൾസ് നോക്കിയിട്ട് എന്നിട്ടും ഒക്കെ കൺസീവ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ IVF-ലോട്ട് പോകത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സ്ത്രീകൾക്ക് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ബാക്കി പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞല്ലോ, യൂട്രസിന്റെ, ട്യൂബിന്റെ, നമ്മൾ അതെല്ലാം സോൾവ് ചെയ്യാനും നോക്കും. ചിലപ്പോൾ അതെല്ലാം ഇപ്പം ട്യൂബിന് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു, നമ്മൾ ആ ഒരു ബ്ലോക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവർ നാച്ചുറലി കൺസീവ് ചെയ്യും. അല്ലെങ്കിൽ ഫൈബ്രോയിഡ് ഉണ്ട്, പോളിപ്പ് ഉണ്ട്, അപ്പൊ ഇംപ്ലാന്റേഷൻ നടക്കുന്നില്ലല്ലോ, അപ്പൊ നമ്മൾ ആ ഒരു പോളിപ്പിനെ റിമൂവ് ചെയ്ത് കൊടുത്തു, അപ്പൊ അവിടെ വന്ന് ഇംപ്ലാന്റേഷൻ നടക്കും, അതവർ നാച്ചുറലി ആയതായിരിക്കും. അപ്പൊ ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നിങ്ങളുടെ ഒരു ഇനീഷ്യൽ ഇവാലുവേഷൻ ചെയ്ത് എപ്പോഴും ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കണ്ടു കഴിഞ്ഞ് ആ ഒരു റൂട്ട് കോസ് എന്താ അത് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ IVF വരെയൊക്കെ പോണ്ടി വരില്ല. പണ്ട് ഈ സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോകാൻ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലാണ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പറയുമ്പോ തന്നെ എല്ലാരും അത് IVF അങ്ങനെ ഒരു അവിടെ കേറി പോയ IVF എക്സ്പെൻസീവ് ആണെന്നുള്ളതാണ്, അതൊരു പ്രശ്നമാണ്. പിന്നെ എല്ലാവർക്കും ഒരു സ്റ്റിഗ്മയുണ്ട് ഇതിനോട്. ഇപ്പം വരുമ്പോ തന്നെ ഇൻലോസിനോട് പറയില്ല, പേരൻസിനോട് പറയില്ല. അതൊരു നാച്ചുറലി കൺസീവ് ആയാലും ഈ സെന്ററിൽ പോയത് കൊണ്ട് ഇവർ IVF എടുത്താണ് കൺസീവ് ആയത്. IVF എടുത്തുണ്ടാവുന്ന എന്തോ പ്രശ്നം പോലെ ചിലര്, എല്ലാവരും ഇല്ല, അങ്ങനെയൊക്കെ എന്തോ ഒരു അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു സോഷ്യൽ സ്റ്റിഗ്മയാണെന്ന് തോന്നുന്നു ആൾക്കാർക്കുള്ളത്. ഇപ്പൊ ഒത്തിരി പേർക്കും നല്ലൊരു ഓപ്ഷൻ അല്ലേ, ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്തിനാ വിഷമിക്കുന്നത്, അങ്ങനെ സ്പെഷ്യലിസ്റ്റ് കൂടുതലാ വേണ്ടത്. ഈ കൺസീവ് ചെയ്യാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുന്ന ഒരു കപ്പിള് ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്തായിട്ടാണ് ഫീൽ ചെയ്യുന്നത്? അതിൽ പറയുമ്പം ഒന്ന് മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഓക്കെ റെഡിയായി കൺസീവ് ചെയ്യാൻ എന്നുള്ളത്, എപ്പോഴും ഒരു നിങ്ങൾ റെഡി ആവുക എന്നുള്ളത്, ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ അവർ ഒരുമിച്ച് ഓക്കെ നമുക്കിനി പ്രഗ്നന്റ് ആകാം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതാണ് ഫസ്റ്റ്. അതെപ്പോഴും പേഴ്സണൽ ചോയ്സ് ആണ്. അവിടെ നമുക്കൊരു ടൈം ലിമിറ്റ്, ആ കല്യാണം കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ കൺസീവ് ചെയ്തോണം, അങ്ങനെ ഒരു ടൈം ലിമിറ്റ് പറയാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. പക്ഷെ വൺസ് അവർ ഡിസൈഡ് ചെയ്തു അവർക്ക് കൺസീവ് ചെയ്യണം, പ്രഗ്നന്റ് ആവണം എന്നുള്ളത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മന്ത് ആഫ്റ്റർ മന്ത് അവരിങ്ങനെ നടക്കുമായിരിക്കും, അടുത്ത മാസം പ്രഗ്നന്റ് ആവുമായിരിക്കും എന്ന് പറഞ്ഞിങ്ങനെ ട്രൈ ചെയ്തോണ്ടേയിരിക്കും, ബ്ലൈൻഡ്ലി അങ്ങ് ട്രൈ ചെയ്തോണ്ടിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഡോക്ടറിനെ പോയി കാണില്ല അവർ, അല്ലെങ്കിൽ എപ്പോഴാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഇന്റർകോഴ്സ് ചെയ്യേണ്ടത്, ഏതാണ് സമയം എന്നൊന്നും അറിയില്ല. അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ നമ്മൾ ആൾക്കാർക്ക്, കൗൺസിലിംഗ് ഒരു കൗൺസിലിംഗ് എപ്പോഴാണ് ഏത് ഫേസിലാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് അതൊക്കെ കൊടുക്കണം. പിന്നെ ഈ നമ്മൾ ഏജ് വൈസ് ഒരു ക്രൈറ്റീരിയ പറഞ്ഞില്ലേ, ഇപ്പം 35 വയസ്സിന് താഴെയാണെങ്കിൽ നമ്മൾ 1 ഇയർ നമ്മൾ ആ ഒരു ടൈംലി ഇന്റർകോഴ്സ്, അൺപ്രൊട്ടക്റ്റഡ് ഇന്റർകോഴ്സ് ചെയ്തു, കൺസീവ് ചെയ്തില്ല. 35 to 40 ഇയേഴ്സ് ആണെങ്കിൽ 6 months നമ്മൾ നോക്കി, 40 ഇയേഴ്സിന് മേലാണെങ്കിൽ ഇമീഡിയറ്റ്ലി. ഇതിൽ നിന്നും ക്രോസ് ചെയ്ത് ചില ആൾക്കാർ ചിലപ്പോൾ 3-4 ഇയേഴ്സ് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും, ഈ അടുത്ത മാസം ആകും എന്ന് വിചാരിച്ച് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരു മെയിൻ മിസ്റ്റേക്ക്. ഇപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് എന്താണോ കോസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതപ്പോൾ ട്രീറ്റ് ചെയ്യാം. അത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നാച്ചുറലി കൺസീവ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ ബ്ലൈൻഡ്ലി ഓക്കെ ഇറ്റ് വിൽ ഹാപ്പൻ എന്ന് വെച്ചോണ്ടിരിക്കരുത്. എത്രയും ഈ പറയുന്ന ഒരു ടൈം ലിമിറ്റ് നമ്മൾ നോക്കി നമ്മൾ ട്രൈ ചെയ്തു, നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റിയില്ല, അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എപ്പോഴും ഒരു ഗൈനക്കോളജിസ്റ്റിനെ, ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ സമയം, അതെ ഓൾറെഡി ഇറ്റ്സ് റണ്ണിങ് ടിക്കിംഗ് ക്ലോക്ക്. അപ്പൊ നമുക്ക് ആ ഒരു ഏജ് കൂടും തോറും കുട്ടിക്കായാലും അമ്മയ്ക്കായാലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പം അതാണ് മെയിൻ. എല്ലാരും ഇങ്ങനെ വിചാരിച്ചെങ്കിലും അടുത്ത മാസമാവും എന്ന് വിചാരിച്ചിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് സ്ത്രീകളെ മാത്രം ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളത്. ഇത് സ്ത്രീകൾക്കായിരിക്കും പ്രശ്നം എന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മളൊക്കെ കാണുമ്പം നമ്മള് വിചാരിക്കും എല്ലാരും ഒരേ മെന്റാലിറ്റിയോടെ രണ്ടുപേരും ഇവാലുവേറ്റ് ചെയ്യാൻ റെഡിയാവും. പക്ഷെ ഒരുപാട് സിറ്റുവേഷൻസിൽ പുരുഷന്മാര് ഇവാലുവേറ്റ് ചെയ്യാൻ റെഡി ആവില്ലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇപ്പൊ നമ്മൾ പറഞ്ഞു 50% എന്ന് പറയുമ്പം സ്ത്രീകളുടെയും 50% പുരുഷന്മാരുടെയും രണ്ടുപേരുടെ ഭാഗത്ത്. നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റ് പറഞ്ഞ പോലെ ഈ പൗരുഷവും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഒരു ചിലർക്ക് സെമൻ റിപ്പോർട്ടിലൊക്കെ എന്തെങ്കിലും ഒരു കുറവോ ഒക്കെ കണ്ട അത് മാൻലിനെസ് പോയി, അങ്ങനെയൊക്കെ ഒരു തോട്ടാണ്. അതുകൊണ്ടാണ് അവര് കൂടുതലും സമ്മതിക്കാത്ത. അപ്പം സ്ത്രീകളെ മാത്രം ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമല്ല, നമ്മൾ രണ്ടുപേരെയും ഇവാലുവേറ്റ് ചെയ്ത് എന്താണോ പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ടൈംലി ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ.